ഇല്ല സാമുവൽ, എന്തൊക്കെയുണ്ട് വിശേഷം? കൊള്ളാം, നല്ല വിശേഷം. അനിയന്റെ വിവാഹമൊക്കെ അങ്ങ് നടന്നു. ആ, ഞാൻ അറിഞ്ഞു. ചടങ്ങെല്ലാം അങ്ങ് ബോംബെയിൽ വെച്ചായിരുന്നല്ലേ? അതെ, അതൊക്കെ ഭംഗിയായി നടന്നു. പക്ഷേ പ്രശ്നം ഇപ്പോഴേ തുടങ്ങി. എന്തുപറ്റി? 2-3 ദിവസം നല്ല രീതിയിൽ പോയി, പിന്നെ തുടങ്ങി കശപിശ. എന്തായിരുന്നു പ്രശ്നം? പരിഷ്കാരം. പരിഷ്കാരമോ? അതെന്തു പ്രശ്നം? അവന് നിർബന്ധമായിരുന്നു പെണ്ണ് പരിഷ്കാരിയാണ്. അവളാണെങ്കിൽ പരിഷ്കാരം കുറച്ച് കൂടിപ്പോയി. അവനതത്ര പിടിച്ചില്ല. വഴക്കായി, പൊല്ലാപ്പായി. ഈ വിവാഹം എന്നൊക്കെ പറയുന്നതേ ഒരു ലോട്ടറി പോലെയാ. നിനക്ക് തെറ്റി. ലോട്ടറിയിൽ ഒരാൾക്കെങ്കിലും ചാൻസ് ഉണ്ടാവും. കറക്റ്റ്, വളരെ കറക്റ്റ്. അതിനർത്ഥം ഇവിടെയും ആണടാ, എല്ലാവരുടെയും സ്ഥിതി ഇത് തന്നെ. സഹിച്ചു പേടിച്ചു കഴിയുന്നു എന്ന് മാത്രം. നീ പറഞ്ഞത് വളരെ ശരിയാ. എല്ലാം നിന്റെ ഭാര്യ മേരി ഇപ്പോ അവളുടെ വീട്ടിലാണെന്നാണല്ലോ കേട്ടത്. 1-2 പറഞ്ഞ് വഴക്കിട്ടേച്ച് പോയതാ. ഞാൻ മൈൻഡ് ചെയ്യാനൊന്നും പോയില്ല. അവൾ അങ്ങ് പോയി. ഇപ്പൊ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ അവളെ ഞാൻ സ്വപ്നം കാണാൻ തുടങ്ങി. അതാ ഇപ്പൊ ഏറ്റവും വലിയ പേടി. ദൈവത്തെ മനസ്സിൽ ധ്യാനിച്ച് കിടന്നാ മതി, ഒരു പിശാചും അടുക്കില്ല. ഞാൻ എങ്ങനെ ചെയ്യാറ്. ഓഹോ, കൊള്ളാലോ. ഓ, ഇവറ്റകളെ എങ്ങനെയോ സഹിച്ചു കഴിയുന്നു. ഇതിലും ഭേദം വല്ല കാട്ടിലും സന്യസിക്കാൻ പോണതാ. സത്യം. അധികം വർത്താനൊന്നും പറയണ്ട. എന്നെ നിങ്ങൾക്ക് കെട്ടിച്ചു തന്നതേ 5 ലക്ഷം സ്ത്രീധനം എണ്ണി തന്നിട്ടാ. അത് ഓർമ്മ വേണം. അപകടത്തിൽ പെടുന്നവർക്ക് ഇൻഷുറൻസ് തുക കൊടുക്കുന്നത് നാട്ടു നടപ്പാ അമ്മേ.